എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളന്ന് കൽച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് മയക്കുന്ന വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മയക്കുന്ന പ്രോസസ്സാണ്, ഇത്തിരി ഒരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് വീഡിയോ ഇത്തിരി ലേറ്റ് ആയത്. കാര്യം കൽച്ചട്ടി വാങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ അത് ഇപ്പോൾ മയക്കി ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നും പിന്നെ അതുപോലെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ ഈ ചട്ടികളെല്ലാം നല്ല വൃത്തിയായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം. അപ്പോൾ എല്ലാ പാത്രത്തിലും ഞാൻ വെള്ളം നിറച്ച് വെക്കുകയാണ്. ഇതിങ്ങനെ കല്ലിൽ കൈകൊണ്ട് കൊത്തിയെടുത്തതിന് ശേഷം പിന്നെ മെഷീൻ വെച്ച് ഒരു ഫിനിഷിങ് കൂടി ചെയ്തിട്ടാണ് നമുക്ക് എത്തണേ. അപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്. അതുപോലെ തന്നെ പണ്ടത്തെ കൽച്ചട്ടികളൊക്കെ ഭയങ്കര കനായിരുന്നു. ഇപ്പോൾ അത്രയ്ക്കൊന്നും കനല്ല, തിക്നെസ് കുറച്ച് നല്ല മെഷീൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഷീനിലിട്ടിട്ട് ഇങ്ങനെ രാഗി എടുക്കുമ്പോൾ നിറയെ ചെറിയ പൊടികളുണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാനായിട്ടും നല്ല വൃത്തിയായി കിട്ടാനായിട്ടും നമ്മൾ എല്ലാത്തിലും നന്നായി വെള്ളം ഒഴിച്ച് വയ്ക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഒരു ആഷ് കളറിലുള്ളൊരു പൊടി അതിങ്ങനെ കലങ്ങി മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ എന്തെങ്കിലും സ്പോഞ്ചോ അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചകിരിയോ വെച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കൂടുതൽ റഫായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഇത് കഴുകാതിരിക്കുകയാണ് നല്ലത്. അതായത് നമ്മുടെ മെറ്റൽ സ്ക്രബൊക്കെ ഇല്ലേ, അതൊന്നും ഉപയോഗിച്ചിട്ട് കൽച്ചട്ടി കഴുകരുത്. സ്പോഞ്ച് അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആക്കിയ ചകിരി വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിതിൽ ആ മാർക്കർ വെച്ചിട്ടുള്ള എഴുത്തൊക്കെ ഒന്ന് മാച്ച് കളയാണ്. അതുപോലെ അതിലുണ്ടായിരുന്ന സ്റ്റിക്കറും ജസ്റ്റ് വെള്ളം നനഞ്ഞപ്പോൾ തന്നെ അത് പശയൊക്കെ വിട്ട് ഊരി പോന്നിട്ടുണ്ട്. അകം പുറവും നല്ല വൃത്തിയായിട്ട് അങ്ങ് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു വട്ടം നന്നായി തേച്ച് കഴുകിയതിന് ശേഷം നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകുക. അതാ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഡിസൈൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പൊടികൾ അതിലുണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് ഉണങ്ങാൻ അനുവദിക്കുക. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ബാൽക്കണിയിലാണ് വെച്ച് കൊടുക്കണേ. അപ്പോൾ അത്യാവശ്യം കാറ്റുണ്ട്, ചെറിയൊരു വെയിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തുണി വെച്ച് ഒന്നുകൂടി തുടച്ചെടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ എല്ലാത്തിലും പൊടിയുടെ അംശമൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഉണങ്ങി വന്നപ്പോൾ വീണ്ടും വെള്ള കളർ, നേരത്തെ നനഞ്ഞപ്പോൾ അതൊരു ചെറിയ ഏഷ് കളറായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മയക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ആവണക്കെണ്ണ. അപ്പോൾ ഇത് നമ്മുടെ ആയുർവേദ മരുന്നുകൾ, പച്ചമരുന്നുകളൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. 400 ml ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. 200 രൂപയുടെ അടുത്ത് വില വന്നു കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നതും ഒരു 250 ഗ്രാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഡേ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് ഈ കൽച്ചട്ടിയിൽ അപ്ലൈ ചെയ്യണത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രം അന്ന് മിക്സ് ചെയ്താൽ മതി. ബാക്കി മഞ്ഞൾപ്പൊടി ആയാലും എണ്ണയിലും അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഞാനിതൊരു ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് കുറേ ഏരിയ അങ്ങനെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തൈര് ഒഴിച്ച് വയ്ക്കുന്ന ഈ ചെറിയ പാത്രം ഇതിങ്ങനെ സീസൺ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ അതിനൊരു ബ്ലാക്ക് കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലും അതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൽച്ചട്ടിയുടെ ഉള്ളിലും അതുപോലെ തന്നെ പുറമേയും അതിൻ്റെ ആ ചെവി, ആ ഭാഗങ്ങൾ എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മളത് തേച്ച് പിടിപ്പിക്കണം. പുറം ഭാഗത്ത് ചെയ്യാതിരുന്ന കുഴപ്പമുണ്ടെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും അത്യാവശ്യമായിട്ട് ഇങ്ങനെ മയക്കി എടുക്കേണ്ടത് ഇതിൻ്റെ പുറം ഭാഗമാണ്. ഇതിൻ്റെ അടിവശമൊക്കെയാണല്ലോ നമ്മൾ സ്റ്റൗവിലായാലും അടുപ്പിലായാലും കത്തിക്കുമ്പോൾ തീയിനോട് വളരെ അടുത്ത കോണ്ടാക്റ്റിൽ വരുന്നത് അതിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ അകവും പുറവും ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാനില്ല. എല്ലാ പുറത്തും അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ ഈ മിശ്രിതം അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, എളുപ്പമായിട്ട് തോന്നി. രണ്ടാമതൊന്നും കൂടി ഒന്ന് നോക്കുക, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിട്ടു പോയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചെറിയ വെയിലൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വെയിലിരുന്ന് ഈ എണ്ണയൊക്കെ അങ്ങ് ഉള്ളിലേക്ക് വലിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ പെട്ടെന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വന്ന് നോക്കിയപ്പോൾ അതിലത്തെ എണ്ണയും മഞ്ഞളൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് അതിലൊന്ന് ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു മാത്രം. അപ്പോൾ നമ്മൾ 1.5 ദിവസങ്ങളിലാണ് ഈ മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇവിടെ അത്രയ്ക്കധികം വെയിലില്ലാത്തതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ വല്ലാതായിട്ട് ഈ എണ്ണയൊന്നും വലിഞ്ഞതായിട്ട് കാണുന്നില്ല.
അപ്പം ഒന്നരാടം ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഇത്രയും കൂടിയൊക്കെ ഡ്രൈ ആയിട്ടും കളറൊന്നും കൂടി ബ്ലാക്ക് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നരാടം ദിവസമാണ് ഈ മിശ്രിതം ഉണ്ടാക്കി തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അതാത് ദിവസം അപ്പോഴത്തേക്ക് ആവശ്യമുള്ള ഒരു മിക്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ജസ്റ്റ് നല്ലോണം ഉണങ്ങിയ ഭാഗങ്ങളിൽ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 7 ദിവസമൊക്കെ ആയപ്പോഴേക്കും ഈ കൽച്ചട്ടിയുടെ ആ വെള്ള കളറ് മുഴുവനായിട്ടും മാറി നല്ല കറുത്ത കളറിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രീ സീസൺ ചെയ്ത ചട്ടികൾ വാങ്ങുമ്പോൾ ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രീ സീസൺ ആയിട്ടുള്ള ചട്ടികൾക്ക് വില കൂടുതൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങൾ മെനക്കെടുമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ എല്ലാ ചട്ടികളും അത്യാവശ്യം എണ്ണയൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞ് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് കഴുകുമ്പോഴും ഈ ഒരു കറുപ്പ് കളർ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 9ാമത്തെ ദിവസം നോക്കുമ്പോൾ നല്ല ഡാർക്കായിട്ടുണ്ട്. നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന മിശ്രിതമൊക്കെ നല്ലോണം ഉള്ളിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും ആവണക്കെണ്ണ. അപ്പോൾ ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നതിന് ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു സ്മെല്ലാണ്, അതുപോലെ തന്നെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് താല്പര്യമില്ലാത്തവർക്ക് നല്ലെണ്ണ ഉണ്ടല്ലോ, എള്ളെണ്ണ എന്ന് പറയുന്ന ആ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടും ഇതേ പ്രോസസ്സ് ചെയ്യാം. പക്ഷേ നമ്മൾ ശരിക്കും കൽച്ചട്ടി മയക്കേണ്ട കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ആവണക്കെണ്ണ തന്നെയാണ്. ഇപ്പോൾ ഇനി ബ്രഷ് ഇല്ലാത്തവർക്ക് നമുക്ക് പകരം വേണമെങ്കിൽ ചകിരി ഉപയോഗിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നിറച്ച് ഈ ചകിരിയുടെ പൊടിയും അതുപോലെ തന്നെ നാരും എല്ലായിടത്തും ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പോൾ ഞാനൊരു ചെറിയ കോട്ടൺ തുണിയുടെ പീസ് എടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കോട്ടൺ തുണിയുടെ പീസ് ഇതുപോലെയുള്ള ഈ മിക്സറിൽ മുക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴും കുഴപ്പമില്ലാതെ എല്ലായിടത്തേക്കും എത്താനും ഒക്കെ പറ്റുന്നുണ്ട്. നമുക്ക് നേരെ കൈ വെച്ചും ഒക്കെ ചെയ്യാം. പക്ഷേ അപ്പോൾ ഈ വിരലും എല്ലാവരും മഞ്ഞ കളറാവും, അതുപോലെ തന്നെ കൈയും ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. ആദ്യമായിട്ടൊക്കെ ഈ കൽച്ചട്ടിയുമ്പോൾ കൈയിട്ട് ഉരസുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മീഡിയം വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ആ കൽച്ചട്ടിയൊക്കെ ആ വെയിലും കൊണ്ട് ആ എണ്ണ പുരട്ടി വെയിലൊക്കെ കൊണ്ട് നല്ല കറുപ്പ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ സീസൺ ചെയ്യുന്നത്. ഉള്ളിലും പുറമേയും എല്ലാം ചെയ്തു. ഇപ്പോൾ അതാ അത്യാവശ്യം 2 ആഴ്ചയോളമായിട്ടുണ്ട്. ഇതാ വൈകുന്നേരം ഇത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് അതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് അത്യാവശ്യം ഒരു ഇഴുക്കമുള്ള എണ്ണയാണ്, അതുകൊണ്ട് തന്നെ വെറുതെ ഉരച്ച് കഴുകിയാൽ പോവില്ല. അത്യാവശ്യം 2-3 വട്ടം കഴുകിയാൽ തന്നെ വൃത്തിയായി കിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഇഴുക്കമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെണ്ണീർ എടുത്തിട്ടുണ്ട്, ചാരം. അത് നമ്മുടെ പുകയില തടുപ്പുന്നതായതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് പൗഡർ പോലെയാണ് ഇരിക്കുന്നത്. അല്ലാതെ അതിൽ മൂർച്ചയുള്ള മെറ്റീരിയൽസ് ഒന്നും അതിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് ഉരച്ച് കൊടുത്തപ്പോൾ തന്നെ കുറച്ചൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അതിന് ശേഷം ലിക്വിഡ് സോപ്പ് ഒരു 2 ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തും എല്ലായിടത്തും ഒരുപോലെ തന്നെ തേച്ച് കൊടുക്കണം. നമ്മൾ സാധാരണ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന തേപ്പല്ലാതെ ഞാനിപ്പോൾ ഉപയോഗിച്ചിരുന്നത് ഒരു പച്ച നെറ്റിൻ്റെ ഒരു തുണിയുടെ കഷ്ണമാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ വേറെ ഒരെണ്ണം എടുക്കാൻ ശ്രദ്ധിക്കുക. ചകിരിയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ പാത്രം കഴുകണ ആ തേപ്പ് അത് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു മണവും ഇഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ബാക്കി പാത്രങ്ങൾക്കും ബാധിക്കും. ഞാനിതിപ്പോൾ സീസൺ ചെയ്യണ കാര്യമാണ് പറയുന്നത്. അല്ലാത്ത സമയത്ത് ഇപ്പോൾ നമ്മൾ സാധാരണ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ കൽച്ചട്ടി കഴുകണം അതേ തേപ്പ് വെച്ചിട്ട് മറ്റേ പാത്രങ്ങളൊക്കെ കഴുകണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ആ സ്മെല്ല് അതുപോലെ ആ മഞ്ഞൾപ്പൊടിയുടെ കളറ് അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കഴുകണേ. ഇനി നമുക്ക് വേണ്ടത് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളം മതിയായില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് അന്നജം ഉള്ള വെള്ളം ചേർക്കാം. നമ്മൾ അരി കഴുകിയ വെള്ളത്തിൽ അത്രയ്ക്ക് അങ്ങ് അന്നജം ഉണ്ടാവില്ല, അതുകൊണ്ട് കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പോരാത്ത വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ 2 ദിവസം ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും റിങ്ങിലേക്കോ തെരികയിലേക്കോ അല്ലെങ്കിൽ വല്ല ബ്ലാങ്കറ്റൊക്കെ 4ആക്കി മടക്കി അങ്ങനെ എന്തെങ്കിലും സർഫസിലേക്ക് വേണം ഈ കൽച്ചട്ടി ചൂടോട് കൂടിയ കൽച്ചട്ടി വാങ്ങി വെക്കാനായിട്ട് കേട്ടോ. അത് പിറ്റേ ദിവസം നന്നായി തണുത്ത് അതിലിരുന്ന് അപ്പോൾ നമ്മളത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കുക.
അപ്പോഴും ഞാനിവിടെ ഉപയോഗിക്കുന്നത് സബീനയുടെ പൗഡറാണ്. ഞാനിവിടെ പാത്രം കഴുകാൻ കൂടുതൽ അതാ ഉപയോഗിക്കുക. 2 തുള്ളി ലിക്വിഡ് സോപ്പും ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഉരച്ച് തേച്ച് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പോഴാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കഴുകേണ്ടി വരണേ. അപ്പം എപ്പോഴും ഇത് പെട്ടെന്ന് പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റീൽ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കരുത്. ഇതിൻ്റെ ഇങ്ങനെ പൊടി തരിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി പോരും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പുതിയ കഞ്ഞിവെള്ളം, അന്ന് ചോറ് വെച്ചതിൻ്റെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പോരാത്തത് അടുപ്പിൽ എപ്പോഴും എനിക്ക് തിളച്ച വെള്ളം സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ പോരാത്തത് ഞാൻ അടുപ്പിൽ വെച്ച കലത്തുനിന്ന് എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തീ എപ്പോഴും നമ്മൾ സിമ്മിൽ വെച്ചാൽ മതി. പിറ്റേ ദിവസം അതുപോലെ തന്നെ അത് കഴുകി കളയാം. പിന്നെ നമ്മൾ അതിനുശേഷം വെറുതെ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ അനുവദിക്കുക. അപ്പോൾ അതിലത്തെ എണ്ണയുടെ അംശം അതുപോലെ തന്നെ ആ മഞ്ഞൾപ്പൊടിയുടെ മണവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോന്ന് കിട്ടാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ അത് നന്നായി തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ തീ സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടും പിന്നെയും കുറേ നേരം തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും തിളയ്ക്കൽ കുറഞ്ഞു. പക്ഷേ ഓഫ് ചെയ്താലും അത്യാവശ്യം സമയം തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് കറിയിൽ ഒരു 3/4 സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഓഫ് ചെയ്യാം ശരിക്കും. അത് കഴിഞ്ഞ് നന്നായി കഴുകിയെടുത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ പരട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി നല്ല കറുത്ത് വരാൻ നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ വെളിച്ചെണ്ണ അതെനിക്ക് അങ്ങ് അബ്സോർബ് ചെയ്ത് കണ്ടോ. ഇപ്പോൾ ഡ്രൈ ആയി. അപ്പോൾ നല്ല കറുപ്പ് കളറായിട്ട് നന്നായി മയങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ചട്ടി. ഇനി നമുക്ക് ഇതിൽ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ ബൈ ബൈ.